മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ പുറത്തു വരാനിരിക്കുകയാണ്. ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളെല്ലാം ഏതാണ്ട് ഒരേ സ്വരത്തിൽ പ്രവചിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാർ ഒരു ഭരണ തുടർച്ച നേടുമെന്നാണ്. എന്നാൽ ഇപ്പോഴും ഭരണത്തിൽ ലഭിക്കുമെന്ന യാതൊരു സാധ്യതയും തെളിയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിയിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ തർക്കത്തിന് തുടക്കമിട്ടത് കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര അധ്യക്ഷനായ നാനാ പട്ടോളെയാണ്. നാനാ പട്ടോളെ ഒരു മാധ്യമത്തോട് എക്സിറ്റ് പോളുകളെ കുറിച്ച് പ്രതികരിക്കുന്നതിനിടെ പറഞ്ഞത് എക്സിറ്റ് പോളുകളെല്ലാം തെറ്റായി ഭവിക്കുമെന്നും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സർക്കാർ അധികാരത്തിൽ വരും എന്നുമായിരുന്നു. ഇത് ശിവസേനയെ വല്ലാണ്ട് ചൊടിപ്പിച്ചു. ശിവസേനയുടെ വക്താവും പ്രമുഖ നേതാവുമായ സഞ്ജയ് റാവത്ത് ഇതിനെതിരെ രംഗത്ത് വരികയും ആരാണ് പട്ടോളയ്ക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ അധികാരം നൽകിയത് എന്ന നിലയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിന് പ്രധാന കാരണം ഇത്തവണ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ പ്രതിപക്ഷ മുന്നണിയായ മഹാവികാസ് അഘാഡിയിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ ചൊല്ലി ഒരു ധാരണ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് മഹാവികാസ് അഘാഡി ഈ നിമിഷം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. കാരണം മഹാരാഷ്ട്രയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ പോളിംഗ് ആണ് പല മേഖലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുറഞ്ഞ പോളിംഗ് ആരെ സഹായിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. പലരും കരുതുന്ന പോലെ ഉത്തർപ്രദേശിനേക്കാൾ വലിയൊരു തിരിച്ചടി BJPക്ക് ഒരു സംസ്ഥാനത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിൽ അത് മഹാരാഷ്ട്രയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2019-ലും 2014-ലും BJP 23 സീറ്റുകൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ചെടുത്ത ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പക്ഷേ ഇത്തവണ 2024-ൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ അവിടെ അവർക്ക് വിജയിക്കാനായത് വെറും 9 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ്. അതായത് 2 അക്കം കാണാൻ പോലും BJPയെ ജനം മഹാരാഷ്ട്രയിൽ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എക്സിറ്റ് പോളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വന്ന എക്സിറ്റ് പോളുകളെ പോലെ തന്നെ തെറ്റാൻ ഉള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി മഹാവികാസ് അഘാഡിയിൽ ആരംഭിച്ചിരിക്കുന്ന തർക്കം അത് ഒരു തൂക്ക് മന്ത്രിസഭയുടെ സമയത്ത് ചിലപ്പോൾ കൂറുമാറ്റങ്ങൾക്ക് പോലും വലിയ തോതിൽ കാരണമായേക്കാം എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ശിവസേനയുടെയും NCPയുടെയും ഓരോ വിഭാഗങ്ങൾ ഓരോ മുന്നണിയിലാണുള്ളത്. മഹാരാഷ്ട്രയിൽ 2 മുന്നണികൾ തമ്മിലാണ് പ്രധാന പോരാട്ടം. ഒന്ന് BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം. അതിനകത്ത് BJP ഉണ്ട്, ശിവസേന ഷിൻഡെ വിഭാഗമുണ്ട്, NCP അജിത് പവാർ വിഭാഗമുണ്ട്. മറുവശത്ത് പ്രതിപക്ഷത്തുള്ളത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡിയാണ്. അതിൽ കോൺഗ്രസിനെ പോലെ തന്നെ തുല്യ ശക്തിയായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ഉണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. CPM 2ഓളം സീറ്റുകളിൽ ഈ മുന്നണിക്ക് സ്ഥാനാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം CPIM മുന്നണിയിൽ 1 സീറ്റിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മുന്നണി തന്നെയാണ് ഇത്തവണ പ്രതിപക്ഷത്തിനു വേണ്ടി മഹാരാഷ്ട്രയിൽ കളത്തിലിറങ്ങുന്നത്. പക്ഷേ BJPയുടെ പല തെരഞ്ഞെടുപ്പ് അട്ടിമറികളും പോലെ ഒരു തൂക്ക് മന്ത്രിസഭയുടെ സാധ്യത തെളിയുകയാണെങ്കിൽ വലിയ തോതിൽ MLAമാരെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കങ്ങളും വളരെ ശക്തമായി നടക്കാൻ ഇത്തവണ മഹാരാഷ്ട്രയിൽ സാധ്യതയുണ്ട്. എന്തായാലും കുറഞ്ഞ പോളിംഗ് ആരെ സഹായിച്ചു എന്ന വിവരം മനസ്സിലാകണമെങ്കിൽ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കേണ്ടതുള്ളൂ. എന്തായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്.